ഹലോ എന്താപ്പാ കുഞ്ഞാനെ ഇജ്ജ് വീട്ടിൽ വന്നാ ഒരു കാര്യം പറയാനുണ്ട്. ശരി, പെട്ടെന്ന് തരാം. എന്തേപ്പോ കാണണമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ സ്ഥലമൊക്കെ ഒന്ന് ഭാഗം വെക്കുക വിചാരിച്ച്. അപ്പം എന്താ അങ്ങനെ ഒരു തോന്നല്? അതൊക്കെ എൻ്റെ സമയമാകുമ്പോൾ നടക്കില്ല. അപ്പം അതൊക്കെ ഇപ്പം ഞാൻ ഉണ്ടാകുമ്പോഴെല്ലാം നടക്കുള്ളൂ. അതല്ല നല്ലതും. അല്ല, കുട്ടിയപ്പോ ബഷീർ എന്തെങ്കിലും പറഞ്ഞപ്പാ? ഓരോട് ആരോടും പറഞ്ഞിട്ടില്ല. മൂത്ത മകൻ നിനക്ക് എന്നോട് ആദ്യമായിട്ട് പറയുന്നു. അതുകൊണ്ടേ മാളിനോടും ബാപ്പുട്ടിനോടും മറ്റുള്ളവരൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞാളാ. കുഞ്ഞാനെ ഒന്നുകൂടെ വന്നാ, ഈ റോഡിൻ്റെ ഈ മുൻഭാഗത്തെ ഒരു 8 സെൻറ്റ് മാളുവിന് കൊടുക്കണം. അതിപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. അതിലെന്താപ്പാ, ബാപ്പാൻ്റെ സ്ഥലല്ലേ, ബാപ്പാക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അത് മതി. ബഷീറിനോടൊക്കെ ഒന്ന് പറഞ്ഞു. ഓരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ റോഡിൻ്റെ മുൻപത്തെ 8 സെൻറ്റ് മാളുവിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ സമ്മതമല്ലേ? അതൊക്കെ ബാപ്പാൻ്റെ ഇഷ്ടമല്ലേ, ബാപ്പാൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളി. പിന്നെ മാളിലുള്ള 8 സെൻറ്റ് ഈ മുൻഭാഗത്ത് നടന്നിട്ടാ. ഇത് 28 കേട്ടോ. ആ 8 സെൻറ്റ് അവിടെ അളന്നില്ലേ? അതായി. ബാക്കിയുള്ള സ്ഥലേ 3 അവിടെ അളന്നിട്ടാ. ഹലോ, പറയ്. കുഞ്ഞാനെ, ബാപ്പ പോയിട്ടിപ്പോൾ 5-6 മാസമായില്ലേ? 6 മാസം കഴിഞ്ഞ്. നമുക്കിപ്പോൾ ഞാൻ സ്ഥലമൊക്കെ ഒന്ന് ഊരിച്ചൊന്ന് റെഡിയാക്കിയാലോ? നീ കുട്ടിയപ്പനോടും കുഞ്ഞപ്പനോടൊക്കെ സംസാരിച്ചോ? അത് ഞാൻ പറഞ്ഞോളാം, അളിയനും വിളിച്ചോളാം. പിന്നെ റോഡ് സൈഡിൽ 8 സെൻറ്റ് സ്ഥലം ബാപ്പയുടെ മോളിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊന്നും നടക്കില്ല കേട്ടോ. ഈ പോക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 4-5 സെൻറ്റ് കൊടുക്കാം. അത് നമ്മളെ സ്ഥലത്തിൻ്റെ ബാക്ക് ഭാഗത്ത് കേട്ടോ, റോഡ് സൈഡിലൊന്നും കൊടുക്കൂല. എൻ്റെ അഭിപ്രായം ബാപ്പ പറഞ്ഞ പോലെ ചെയ്യാന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അന്ന് ബാപ്പ മകൾക്ക് 8 സെൻറ്റ് കൊടുക്കാന്ന് പറഞ്ഞു, എന്താ ചെയ്യണം? അതൊന്നും ശരിയാവില്ല, ഇവരാരും സമ്മതിക്കില്ല. ബഷീറിനോട് ചോദിച്ചു നോക്കി. മാളൂരിലൊരു 5 സെൻറ്റ് ഇതാ തലക്കിൽ അവിടെ കൊടുത്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ 3 ഊരിക്കുക. 3 ഊരി വെച്ചിട്ട് നമുക്കത് നടക്കില്ല കേട്ടോ. ഒന്നാം നമ്പർ കുഞ്ഞാൻ. പറ വല്യക്ക. മാളു, നിനക്ക് വിഷമായോ ഇപ്പം പറഞ്ഞ സ്ഥലം എനിക്ക് കിട്ടാത്തതിൽ? എനിക്ക് വിഷമമൊന്നുമില്ല ഇക്കാക്ക. ഈ ഭൂമിയിൽ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയണത് എൻ്റെ ആങ്ങളമാരാ, അല്ലാതെ സ്വത്ത് മുതലൊന്നും അല്ല. എൻ്റെ ഇക്കാക്കും അളിയന്മാരെന്ന് പറഞ്ഞ ജീവന. എനിക്കെന്തോ ഒരു വിഷമം. അപ്പനോട് പ്രത്യേകിച്ച് പറഞ്ഞ മുമ്പിൽ 8 സെൻറ്റ് നിനക്ക് തരണം, നമുക്കത് വെച്ച് മാറാം. എൻ്റെ മനസ്സിന് ഒരു പ്രയാസം, എനിക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ എനിക്കത് തന്ന് എൻ്റെ സ്ഥലം എനിക്ക് തന്നാൽ മതി. ബാപ്പാക്കും ഒരു സമാധാനം. അത് വേണ്ട വല്യക്ക.